ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ നമ്മൾ LSGD എക്സാമിനേഷൻ വരികയാണല്ലേ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കേരള PSC തന്നെ ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ബാലൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടിയാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ എയിംസ് ഫാർമസിസ്റ്റ്, നമുക്ക് ഡിസംബറിൽ വരുന്ന എയിംസ് ഫാർമസിസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി 20 MCQs വെച്ച് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം എയിംസിൽ ഫാർമ പാർട്ട് നോൺ ഫാർമ പാർട്ടുണ്ടല്ലോ. സോ നോൺ ഫാർമ പാർട്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ദിവസം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, ബെൽ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക. ഓക്കെ, സോ നമുക്കിതിൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 76. Which among the following is a social quality needed for a salesman? Okay, option A, good voice with a nice tone, good memory with product knowledge, polite and courteous, and good intelligence with the imaginative power. So social quality ആണ് ചോദിച്ചിരിക്കുന്നത്. സോഷ്യൽ ക്വാളിറ്റി എന്താണ് വേണ്ടത്? ഓപ്ഷൻ സി, പൊളൈറ്റ് ആൻഡ് കോർട്ടിയസ് അല്ലേ. അതായിരിക്കും നമുക്ക് സോഷ്യൽ ക്വാളിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോ അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും വരിക? പൊളൈറ്റ് ആൻഡ് കോർട്ടിയസ് ആയിരിക്കണം എന്നുള്ളതാണ് സെയിൽസ്മാൻ. Okay, which is the main method used for advertising ethical pharmaceutical products? Okay, option A, newspaper, television, option C, the detailing, option D, electric sign. So what is ethical pharmaceutical product എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ദാറ്റ് ഈസ് പ്രിസ്ക്രിപ്ഷണൽ മെഡിക്കേഷൻ ആണ് നമ്മൾ എത്തിക് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ. പ്രിസ്ക്രിപ്ഷണൽ മെഡിക്കേഷനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ആ ഒരു കേസിൽ ഇതിൽ ഏതാ വരിക? ഓപ്ഷൻ സി അല്ലേ വരിക? ഡീറ്റെയിലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? പേഴ്സൺ സെല്ലിംഗ്. നമ്മൾ ഓരോ ആളുകൾ അല്ലേ, പേഴ്സൺ സെല്ലിങ്ങിനാണ് നമ്മൾ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പ്രിസ്ക്രിപ്ഷണൽ മെഡിക്കേഷൻ വരുമ്പോൾ നമ്മൾ ടെലിവിഷനോ ഇലക്ട്രിക് സൈനോ ന്യൂസ് പേപ്പറോ ഒന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒരു പേഴ്സൺ സെല്ലിംഗ് ആണ് അല്ലേ, ഡീറ്റെയിലിംഗ് ആണ് നടത്തേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, വിച്ച് ബാങ്ക് ഈസ് മെയിൻലി പ്രൊമോട്ടിംഗ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ഇൻ ഇന്ത്യ? ഓപ്ഷൻ SBI, IDBI, IOB, EXIM. സോ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സും പഠിക്കാണ്ടല്ലേ. അത് ഏത് ബാങ്കാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി, EXIM ആണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ബൈ എ ബിസിനസ് ഈസ് നോർമലി നോട്ട് യൂസ്ഡ് ഫോർ. ഓക്കെ, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, പേയ്മെൻറ്റ് ഓഫ് സാലറി, പർച്ചേസ് ഓഫ് മെഷീനറി, പേയ്മെൻറ്റ് ഓഫ് റെൻറ്റ്. സോ നമുക്ക് 2 ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ പഠിക്കാണ്ട്. ഒന്ന് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ, വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്. അതുപോലെ തന്നെ എന്തൊരു ക്യാപിറ്റൽ ഉണ്ട്? ഫിക്സഡ് ക്യാപിറ്റൽ ഉണ്ടല്ലേ, ഫിക്സഡ് ഉണ്ടായിരിക്കും. സോ നമ്മൾ ഇതിൽ വന്നിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഡേ ടു ഡേ ഓപ്പറേഷൻ, അതായത് ഒരു നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ ഡേ ടു ഡേ ഓപ്പറേഷൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റലാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് എന്തിൻ്റെയൊക്കെയാണ്? റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി, അവർക്ക് സാലറി കൊടുക്കാൻ വേണ്ടി, റെൻറ്റ് കൊടുക്കാൻ വേണ്ടി, അങ്ങനത്തെ കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? അത് നമുക്ക് അതിൻ്റെ ഫിക്സഡ് ആണല്ലേ, അത് ഡേ ടു ഡേ ആക്റ്റീവ് ഒന്നുമില്ല. ആ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് കൊണ്ടുപോകാനായിട്ട് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റലാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഏതാണ് ഇതിൽ വരിക? പർച്ചേസ് ഓഫ് മെഷീനറി അല്ലേ. മെഷീൻ ഒരു സമയം പർച്ചേസ് ചെയ്താൽ പിന്നെ അത് മാറ്റാനോ അതിൽ ഫിക്സഡ് ആണത് അല്ലേ. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റലായിട്ട് വരുന്നത്. സോ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ അല്ലാത്തത് ഏതാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ ഇതാണ്, പർച്ചേസ് ഓഫ് മെഷീനറി ആണ്. ഇതെന്ത് ക്യാപിറ്റലാണ്? ഫിക്സഡ് ക്യാപിറ്റലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ആപ്ലിക്കേഷൻ ഫോം ആസ് പെർ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് 1945 ഈസ് യൂസ്ഡ് ടു അപ്ലൈ ഫോർ റിട്ടെയിൽ ഡ്രഗ് സ്റ്റോർ ലൈസൻസ്? ഓക്കെ, ഈ ഫോമിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫോം എന്തായാലും റിവൈസ് ചെയ്തിട്ട് തന്നെ പോകണം. ഇന്ന് തന്നെ, നാളെ എക്സാം ആണ്, ഇന്ന് തന്നെ നോക്കിയിട്ട് തന്നെ പോകണം കേട്ടോ. സോ അല്ലെങ്കിൽ പറ്റി നാളെ രാവിലെ നോക്കിയിട്ട് തന്നെ പോകുക. കാരണം അത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ. സോ അത് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊന്നും പാടില്ല എക്സാമിൻ്റെ സമയത്ത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ചിലപ്പോൾ ചാൻസ് ഉണ്ട് മാറിപ്പോകാൻ. അപ്പോൾ അത് ഫോംസ് കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. സോ ഇവിടെ പറയുന്നത് എന്താണ്? ആപ്ലിക്കേഷൻ ഫോം ഏതാണ് വേണ്ടത്? റിട്ടെയിൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം ഏതാണ്? നമുക്ക് ഡ്രഗ് സ്റ്റോർ ലൈസൻസ് കിട്ടാൻ വേണ്ടി ഫോം നമ്പർ 19 ആണ്. ഓക്കെ, 19 ആണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെയിം ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ഫിക്സ് സർജിക്കൽ ടവൽസ് ഇൻ പ്ലേസ് ഡ്യൂറിങ് സർജറി. ഹോസ്ലീസ് ടൈപ്പ് ക്ലിപ്പ്, ബോബ് കോക്സ്, അൺടൂത്ത് ടിഷ്യൂ ഫോസപ്സ്, ഗ്രേസ് ടൈപ്പ് ക്ലിപ്പ്, ഹീമോസ്റ്റാറ്റിക് ഫോസപ്സ്. സോ നമ്മൾ ഈ ഒരു കേസ് നമ്മൾ അതായത് ഫിക്സ് ചെയ്യാൻ വേണ്ടി, സർജിക്കൽ ടവൽസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗ്രേസ് ടൈപ്പ് ക്ലിപ്പാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഇസ് ദ ഹെൽത്ത് ആക്സസറി യൂസ്ഡ് ബൈ ദ പേഷ്യൻറ്റ് ടു പ്രൊമോട്ട് പ്രോപ്പർ ബോഡി അലൈൻമെൻറ്റ്? കെയിൻസ്, ഓർത്തോപീഡിക് ബ്രേസസ്, റിബ് ബെൽറ്റ് ആൻഡ് നീ ക്യാപ്പ്. സോ പ്രോപ്പർ ബോഡി അലൈൻമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർത്തോപീഡിക് ബെൽറ്റ് അല്ലേ യൂസ് ചെയ്യുന്നത്. ഓർത്തോപീഡിക് ബെൽറ്റ് നമുക്കറിയാം അല്ലേ, ഓർത്തോപീഡിക് ബ്രേസസ്. ഓക്കെ, അടുത്ത എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം.
The first scientific hospital formulary in India was published in which year? ഓക്കെ, സയൻറ്റിഫിക് ഹോസ്പിറ്റൽ ഫോർമുലറിയാണ് ചോദിച്ചിരിക്കുന്നത്. 1985, 2002, 1997 ആൻഡ് 1968. സോ ഫസ്റ്റത്തെ സയൻറ്റിഫിക് ഹോസ്പിറ്റൽ ഫോർമുലറി വന്ന് 1968. ഓക്കെ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ബീറ്റാ പ്രോപ്പിയോലാക്ടോൺ ആസ് എ നോൺ ഇൻഫ്ലേമബിൾ ലിക്വിഡ് ടു സ്റ്റെറിലൈസ് തിങ്സ് ഇൻ CSSD? ഓക്കെ, ഇറിറ്റൻ ടു ഐസ്, മേ കോസ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, കാർസിനോജനിക് ടു സ്കിൻ, ഓൾ ഓഫ് ദി എബോവ്. നമുക്ക് ബീറ്റാ പ്രോപ്പിയോലാക്ടോൺസ് പഠിക്കുമ്പോൾ നമുക്കറിയാം ഇതെന്താണ്, ഇതെല്ലാം ഉണ്ടല്ലേ, ഇറിറ്റൻ്റ് ആവും, കാർസിനോജനിക് ആണല്ലേ ബീറ്റാ പ്രോപ്പിയോലാക്ടോൺ, മേ കോസ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. സോ ആൻസർ എന്താ വരിക? ഇതിന് ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. Okay, what is the use of diffuser in a sterile manufacturing area in a hospital? Option A, used to throw the particles towards the corner, to clean the aseptic area, used environmental control, to increase the visibility of manufacturing unit. So ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ എ ആണ് വരിക, used to throw the particle towards the corner. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Name the test which is employed to find out leakage in the thermolabile products in the hospital manufacturing. Visual method, light blocking method, spark detector method, coulter counter method. സോ ഇവിടെ ഈ ഒരു കേസിൽ നമുക്കറിയാം ലീക്കേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യണം അല്ലേ. ഏത് കേസിൽ? തെർമോലബൈൽ പ്രൊഡക്റ്റാണ്. തെർമോലബൈൽ പ്രൊഡക്റ്റിൽ ലീക്കേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡാണ് സ്പാർക്ക് ഡിറ്റക്ടർ മെത്തേഡ്. ഹോസ്പിറ്റലിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? സ്പാർക്ക് ഡിറ്റക്ടർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഈ വിഷ്വൽ മെത്തേഡ്സ് നമ്മൾ വിചാരിക്കും ലീക്കേജ് കണ്ടുപിടിക്കാം, പക്ഷേ അത് ലീക്കേജ് കണ്ടുപിടിച്ചാലും അത് അത്ര റിലയബിൾ ആയിട്ടുള്ള മെത്തേഡല്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പാർക്ക് ഡിറ്റക്ടർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൈറ്റ് ബ്ലോക്കിംഗ് മെത്തേഡും കൗണ്ടർ മെത്തേഡും ഉണ്ട്. അത് പർട്ടിക്കുലേറ്റ് മാറ്ററിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഓക്കെ, ഈ പറയുന്ന ലൈറ്റ് ബ്ലോക്കിംഗ് മെത്തേഡും കൗണ്ടർ മെത്തേഡും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? വിച്ച് വൺ ഓഫ് ദ കമ്പ്യൂട്ടർ ബേസ്ഡ് ഡേറ്റാബേസ് യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ഫാർമോക്കൈനറ്റിക് പാരാമീറ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ സെറ്റപ്പ്? നോൺലിൻ, മെഡിഫോർ, ബയോസിസ്, PAD. സോ ഇതിലേതാണ് നമ്മൾക്ക് ഫാർമോക്കൈനറ്റിക് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? നോൺലിൻ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം നോക്കിയിട്ട് തന്നെ പോകണം കേട്ടോ. വാട്ട് ആർ ദ കമ്പോണൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ IV സെറ്റ് എക്സെപ്റ്റ്? അപ്പോൾ ഇല്ലാത്ത കമ്പോണൻ്റ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് സ്പൈക്ക് ഉണ്ടല്ലോ, IV അഡ്മിക്ചർ, ഫ്ലോ റെഗുലേറ്റർ, ഡ്രിപ്പ് ചേംബർ. സോ നമ്മൾ IV സെറ്റ് എടുക്കുമ്പോൾ നമുക്ക് IV സെറ്റ് എന്ന് നമുക്കറിയാമല്ലോ, അറിയാവുന്നതല്ലേ. സോ അതിലില്ലാത്ത എന്താണ്? IV അഡ്മിക്ചർ. ഇതിൻ്റെ IV സെറ്റിൻ്റെ പാർട്ടല്ലല്ലോ. ബാക്കി മൂന്ന് നമുക്ക് IV സെറ്റിൻ്റെ തന്നെ കമ്പോണൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡെസർട്ടേഷൻസ് കംസ് അണ്ടർ വിച്ച് ടൈപ്പ് ഓഫ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ? ഓപ്ഷൻ എ ടെർഷ്യറി സോഴ്സ്, ഓപ്ഷൻ ബി സെക്കൻഡറി സോഴ്സ്, ഓപ്ഷൻ സി പ്രൈമറി സോഴ്സ്, ഡി നൺ ഓഫ് ദ അബോവ്. സോ നമ്മൾ ഡെസർട്ടേഷൻസ് ഒക്കെ നമുക്കറിയാം ഇറ്റ് ഇസ് എ പ്രൈമറി സോഴ്സ് അല്ലേ. പ്രൈമറി സോഴ്സ് നമ്മൾ ഇതിൽ ജേർണൽസ് വരുന്നുണ്ട്, പ്രൈമറി സോഴ്സിൽ നമ്മൾക്ക് അല്ലേ ജേർണലുകൾ വരുന്നുണ്ട്. അതുപോലെ ക്ലിനിക്കൽ ട്രയൽസ് പ്രൈമറി സോഴ്സ് ആണ്. ഓക്കെ, സോ അതുപോലെ സെക്കൻഡറി സോഴ്സും ടെർഷ്യറി സോഴ്സിൻ്റെ ഒക്കെ എക്സാമ്പിൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോകാം കേട്ടോ. അത് നോക്കിയിട്ട് പോകണേ. അടുത്തത് എന്താണ്? 90 mobile dispensing unit is mainly adopted to give medicines to patient, comes under which type of drug distribution system? Option A, complete floor stock system, option B, unit dose dispensing system, option C, individual prescription order system, option D, none of the above. So mobile dispensing unit എന്ന് പറയുമ്പോഴത്തേക്കും അത് ഏത് ടൈപ്പ് ഓഫ് സിസ്റ്റമാണ്? കംപ്ലീറ്റ് ഫ്ലോർ സ്റ്റോക്ക് സിസ്റ്റത്തിലാണ് അത് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വിച്ച് ഡ്രഗ് കോസസ് ദ ADR ക്ലഫ്റ്റ് പലേറ്റ്? ക്ലഫ്റ്റ് പലേറ്റ് ഉണ്ടാക്കുന്ന ഡ്രഗ് താലിഡോമൈഡ്, മീതോട്രക്സേറ്റ്, ഇൻസുലിൻ, ഫിനൈറ്റോയിൻ. സോ ഇതിൽ വരുന്ന ഫിനൈറ്റോയിൻ ആണ് ആൻസർ. ക്ലഫ്റ്റ് പലേറ്റ് ഉണ്ടാക്കുന്നത്. താലിഡോമൈഡ് എന്താ ഉണ്ടാക്കുന്നത്? ഫോക്കോമീലിയ അല്ലേ. നമുക്ക് ഫോക്കോമീലിയ പഠിക്കാനുണ്ട്. ഫോക്കോമീലിയ താലിഡോമൈഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ മീതോട്രക്സേറ്റ് എന്താ ഉണ്ടാക്കുന്നത്? ക്രേനിയോഫേഷ്യൽ ഇതാണ് എന്താണ് ടെറാഡോജനിക് എഫക്റ്റ് ആണ് മീതോട്രക്സേറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ക്രേനിയോഫേഷ്യൽ ഡിഫക്റ്റുകൾ. ഓക്കെ, സോ അതുപോലെ ഇൻസുലിൻ എന്ന് പറയുന്നത് ടെറാഡോജനിക് ഡ്രഗ് ആണോ? അല്ല, ഇത് സേഫ് ഇൻ പ്രഗ്നൻസി അല്ലേ. പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ള മെഡിസിൻ ആണ്. ഓക്കെ, അടുത്തെന്താണ്? ചീസ് റിയാക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ? ഡ്രഗ് ഇൻട്രാക്ഷൻ, ഡ്രഗ് ഫുഡ് ഇൻട്രാക്ഷൻ, ഡ്രഗ് ലബോറട്ടറി ടെസ്റ്റ് ഇൻട്രാക്ഷൻ, നൺ ഓഫ് ദി അബോവ്. ചീസ് റിയാക്ഷൻ നമുക്കറിയാം അല്ലേ, മാവോ ഇൻഹിബിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ചീസ് റിയാക്ഷൻ വരുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ആരും വായിച്ചിട്ടില്ലെങ്കിൽ നോക്കിയിട്ട് തന്നെ പോകണം കേട്ടോ. സോ അത് എക്സാമിന് വന്നിട്ടുണ്ട്. മാവോ ഇൻഹിബിറ്റേഴ്സുമായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഹൈപ്പർടെൻസീവ് ക്രൈസിസ് ഉണ്ടാകുന്ന ഒരു റിയാക്ഷനാണ്. തൈറമിൻ്റെ ലെവൽ കൂടുന്നുണ്ട്. ഓക്കെ, സോ നോക്കിയിട്ട് പോകണം. ഓക്കെ, 92-ന് ആൻസർ വന്നിരിക്കുന്നത് ഡ്രഗ് ഫുഡ് ഇൻട്രാക്ഷനാണ്. ചീസ് പോലത്തെ ചീസ് റിച്ച് ഫുഡ് ലൈക്ക് ചീസോ അല്ലെങ്കിൽ എന്താണ് വൈന്, ബിയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴും അതിൽ മീറ്റ്, ഫിഷൊക്കെ നമ്മൾ എടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷൻ വരുന്നത് മാവോ ഇൻഹിബിറ്റേഴ്സിൻ്റെ ഒപ്പം.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ദ ഇൻട്രാക്ഷൻ ഓഫ് ബാർബിറ്റുറേറ്റ്സ് ആൻഡ് മാവോസ്, MAOIs, ഓക്കെ മാവോസിനെ വിളിക്കാറ്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചേട്ടോ. മാവോസ് കോസസ് പ്രൊലോങ്ഡ് ഇൻട്രാക്ഷൻസ്, ശരിക്കും മോണോ അമീൻ ഓക്സിഡേസ് എന്നാണ് പറയുന്നതിന്, ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ്. ഓക്കെ, കോസസ് പ്രൊലോങ്ഡ് ആക്ഷൻസ്, ഹെമറേജ്, കാട്രാക്ട്, അലോപീസിയ. സോ ഇതിൽ ബാർബിറ്റുറേറ്റ്സും മാവോ ഇൻഹിബിറ്റേഴ്സും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ഇൻട്രാക്ഷനാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ പ്രൊലോങ്ഡ് ആക്ഷനാണ്. അതായത് ഈ മാവോസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ഇൻഹിബിറ്റേഴ്സ് അല്ല, ഇത് ഇൻഹിബിറ്റ് ദ മെറ്റബോളിസം ഓഫ് ബാർബിറ്റുറേറ്റ്സ്. ഓക്കെ, മാവോസ് എന്ത് ചെയ്യും, ബാർബിറ്റുറേറ്റിൻ്റെ മെറ്റബോളിസത്തിന് എന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ബാർബിറ്റുറേറ്റ്സിൻ്റെ ആക്ഷനെ എന്ത് ചെയ്യും, പ്രൊലോങ് ചെയ്യും. അതായത് പ്രൊലോങ്ഡ് ആക്ഷൻ നമുക്കവിടെ ഉണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വിച്ച് ഈസ് യൂസ്ഡ് ആസ് എൻ ആൻറ്റിഡോട്ട് ഫോർ അക്യൂട്ട് അയൺ ടോക്സിസിറ്റി? അട്രോപ്പിൻ സൾഫേറ്റ്, ഡെസ്ഫെറോക്സാമിൻ, EDTA, ടാനിക് ആസിഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അയൺ ടോക്സിസിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യാൻ ഡെസ്ഫെറോക്സാമിൻ. Name the method used to stimulate respiration in a poisoned person. Anal stretch, universal antidote administration, gastric lavage, purgation. സോ നമ്മൾ റെസ്പിറേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഏനൽ സ്ട്രെച്ച് എന്നുള്ള മെത്തേഡ്. ഓക്കെ, സോ ഈ ഒരു കാര്യം നോക്കിയിട്ട് പോവുക, യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട് ഏതാണെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, യൂണിവേഴ്സൽ ആൻറ്റിഡോട്ടിൽ ഏതൊക്കെ കണ്ടൻറ്റുകളുണ്ട് യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട്, അത് എത്ര പെർസെൻറ്റേജിൽ അത് ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തെന്താണ്, വിച്ച് കെമിക്കൽ ഏജൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ആൽക്കലൈനൈസേഷൻ ഓഫ് യൂറിൻ ഇൻ ബാർബിറ്റുറേറ്റ് പോയ്സണിങ്? സോഡിയം നൈട്രേറ്റ്, പൊട്ടാഷ്യം സിട്രേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം ലാക്റ്റേറ്റ്. ഓക്കെ, സോ ആൽക്കലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, ബാർബിറ്റുറേറ്റ് പോയ്സണിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, സോഡിയം ബൈകാർബണേറ്റ് ആണ്. Okay, as a clinical pharmacist, what drug would you recommend to relieve morning sickness in the first trimester of pregnancy? Thalidomide, phenytoin, dicyclomine, pyridoxine. സോ നമ്മൾ മോർണിംഗ് സിക്നെസ്സിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ഏതാണ്? ഇതിൽ പിരിഡോക്സിൻ ആണ് വരിക. താൽഡോമൈഡ് നമുക്കറിയാം എന്താണ്, ടെറാട്ടോജനിക് ആണ് അല്ലേ, ഫിനൈറ്റോയിനും അതെ, ഡൈസൈക്ലോമിനും അതെ. സോ നമ്മളിത് പിരിഡോക്സിൻ ആണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അടുത്തെന്താണ്, ഗൂസ് ഫ്ലഷ് ഈസ് വൺ ഓഫ് ദ വിഡ്രോവൽ സിംറ്റംസ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ഡ്രഗ് യൂസ്? ഗൂസ് ഫ്ലഷ് എന്നുള്ളൊരു വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകുന്നത് ഏത് ഡ്രഗിനാണ്? ബാർബിറ്റുറേറ്റ്സ്, ആൽക്കഹോൾ, നാർക്കോട്ടിക്സ് ആൻഡ് LSD. LSDയുടെ ഫുൾ ഫോം അറിയാലോ, ലൈസർജിക് ആസിഡ് ഡൈഥിലമൈഡ്. അത് നോക്കിയിട്ട് തന്നെ ഫോം ഉണ്ട്, ഫുൾ ഫോം. ഓക്കെ, ഫുൾ ഫോം നോക്കിയിട്ട് പോവുക. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞ ഗൂസ് ഫ്ലഷ് എന്ന് പറയുമ്പോഴത്തേക്കും വൺ ഓഫ് ദി വിഡ്രോവൽ സിംറ്റംസ് ഏതിൻ്റെ ഡ്രഗിനെയാണ്? നാർക്കോട്ടിക്സിൻ്റെ വിഡ്രോവൽ സിംറ്റംസ് ആണ് ഈ പറയുന്ന ഗൂസ് ഫ്ലഷ് എന്ന് പറയുന്നത്. ഓക്കെ, name the condition which explain is a state of periodic or chronic intoxication produced by a repeated consumption of the drug. Drug tolerance, drug misuse, detoxification, drug addiction. So ഇത് നമ്മൾ സ്റ്റേറ്റ് ഓഫ് പീരിയോഡിക് ഓർ ക്രോണിക് ഇൻടോക്സിക്കേഷൻ അല്ല ഉണ്ടാവുന്നത്, പ്രൊഡ്യൂസ്ഡ് ബൈ റിപ്പീറ്റഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ഡ്രഗ് എന്നുള്ളത് എന്താണ് വരിക? ദാറ്റ് ഈസ് ഡ്രഗ് അഡിക്ഷനാണ്. അഡിക്ഷൻ വരുമ്പോഴാണ് നമ്മൾ പീരിയോഡിക് ആയിട്ട് എടുത്ത് ക്രോണിക് ഇൻടോക്സിക്കേഷൻ വരിക, റിപ്പീറ്റഡ് കൺസംഷൻ ഓഫ് ഡ്രഗ്. ഓക്കെ, അസോട്ടൂറിയ അല്ലേ ഈസ് എ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഫോർ ദ ഡിസീസ് ഹെപ്പറ്റൈറ്റിസ്, ഡയബറ്റിസ് മെലിറ്റസ്, ട്യൂബർകുലോസിസ്, പെപ്റ്റിക് അൾസർ. അസോട്ടൂറിയ എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? ഡയബറ്റിസ് മെലിറ്റസിൻ്റെ ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനാണ്. ഒരു ഇൻക്രീസ് ലെവൽ ഓഫ് നൈട്രജൻ, യൂറിയ പോലത്തെ കണ്ടന്റ് കൂടുന്ന ഒരു അവസ്ഥയാണ് അല്ലേ, യൂറിയ ലെവൽ ബോഡിയിൽ ബ്ലഡിൽ കൂടും, അതൊരു അസോട്ടൂറിയ, അത് യൂറിയ കൂടെ ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഡയബറ്റിസ് മെലിറ്റസിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനാണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ വീണ്ടും വീഡിയോസ് ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.